പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു കോടതിയിൽ നിന്ന്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയത്. ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കുന്നതുവരെയാണ് ജാമ്യം. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, സുപ്രധാനമായൊരു വിധിയാണ്. ഒരുപാട് തന്റെ കാഴ്ചയുടേതടക്കമുള്ള പ്രശ്നങ്ങൾ നേരത്തെ അനുശാന്തി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഇരട്ടക്കൊലക്കേസിലെ രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. എന്താണ് കോടതി ഉത്തരവിൽ പറയുന്നത്? ശ്യാം. ഡോക്ടർ അരുൺകുമാർ, 2014 ഏപ്രിൽ 16 ആറ്റിങ്ങലിൽ നാടിനെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം. ഈ കേസിൽ ഇരട്ട ജീവപര്യന്തത്തിനാണ് അനുശാന്തിയെ ശിക്ഷിച്ചത്. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് അനുശാന്തി. ഒന്നാം പ്രതി നിനോ മാത്യുവിന് നേരത്തെ വധശിക്ഷയാണ് വിചാരണ കോടതി നൽകിയിരുന്നത്. ഈ കേസിൽ ഹൈക്കോടതി അപ്പീലുമായാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഒന്ന്, ശിക്ഷാവിധി റദ്ദാക്കണമെന്നും രണ്ടാമത്തേത് ജാമ്യം ലഭിക്കണമെന്നുമായിരുന്നു അനുശാന്തി നൽകിയ അപേക്ഷയിലെ അപ്പീലുകളിലെ ആവശ്യം. ഇക്കാര്യത്തിൽ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സാ ആവശ്യത്തിനായി ജാമ്യം നൽകണമെന്ന ആവശ്യമാണ് അനുശാന്തി ഉയർത്തുകയും ചെയ്തത്. ഈ ആവശ്യം അംഗീകരിച്ചാണ് സുപ്രീം കോടതി അനുശാന്തിക്ക് ജാമ്യം നൽകിയത്. ജാമ്യം നൽകരുത് എന്നും കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ജസ്റ്റിസുമാരായ അഭയ സോഖ, ഉജ്ജൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അനുശാന്തിക്ക് ജാമ്യം നൽകാൻ തീരുമാനമെടുത്തത്. ഈ ജാമ്യ വ്യവസ്ഥകളിൽ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാമെന്ന കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടത്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി അപ്പീൽ തീർപ്പാക്കുന്നതുവരെയാണ് അനുശാന്തിക്ക് ജാമ്യം. ഓക്കെ, താങ്ക് യു. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിധികൾ വരുന്നു, കോടതിയുടെ ഇടപെടലുകൾ വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലെ തീരുമാനമറിയാം. ബോബി ചെമ്മണ്ണൂർ വീണ്ടും ജയിലിലേക്ക് മടങ്ങുമോ അതോ ജാമ്യത്തിൽ തുടരുമോ എന്നുള്ള വിവരം ഒരു മണിക്കൂറിനുള്ളിൽ അറിയാം.